BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ പുനരധിവാസത്തിന് തുക അനുവദിക്കുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം അകറ്റുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പുനരധിവാസത്തിന് അനുവദിച്ച വായ്പാ തുക വിനിയോഗിക്കുന്നതിനുള്ള ആശയക്കുഴപ്പം തീർക്കാനായിരുന്നു കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കേന്ദ്രം കൃത്യമായ ഉത്തരം നൽകാതിരുന്നത് കോടതിയെ ചൊടിപ്പിച്ചു. ഡൽഹിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ കേരള ഹൈക്കോടതിക്ക് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ അടുത്ത വിമാനത്തിന് ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും ES ഈശ്വരനും ഉൾപ്പെട്ട ബെഞ്ച് പറഞ്ഞു. ഇതിനിടെ വായ്പാ തുക വിനിയോഗിക്കാനുള്ള സമയപരിധി ഈ മാസം 31 നിന്ന് 2025 ഡിസംബർ 31 നീട്ടിയെന്നും കേന്ദ്രം അറിയിച്ചു. കേസ് പരിഗണിച്ചപ്പോൾ തന്നെ വായ്പാ തുക വിനിയോഗിക്കുന്നതിനുള്ള ആശയക്കുഴപ്പത്തിലെ മറുപടിയാണ് കോടതി തേടിയത്. മാർച്ച് 31 വായ്പാ തുക വിനിയോഗിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ച തീയതി. എന്നാൽ ഇത് അസാധ്യമാണെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഏത് ഏജൻസിക്കാണ് പണം അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്രം മറുപടി പറഞ്ഞതോടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതിനുള്ള വൈദഗ്ധ്യമാണല്ലോ കാണുന്നതെന്നും കോടതി പ്രതികരിച്ചു. തുടർന്നാണ് കാര്യങ്ങൾ ഇത്ര ലഘുവായി എടുക്കരുതെന്നും തുക വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചത്. ഇതിൽ സാവകാശം നൽകണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല. വായ്പാ വിനിയോഗ തീയതി ഡിസംബർ 31 മാറ്റിയ തീരുമാനം എപ്പോഴാണ് എടുത്തത്, അത് എന്നാണ് അറിയിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ തേടിയ ശേഷമായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം. കോടതിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് കരുതരുത്. ഡിസംബർ 31 പോലും ജോലികൾ തീരണമെന്നില്ല. എന്നാൽ ഇതാണ് ഒരു വഴി. അങ്ങനെയെങ്കിൽ മറ്റ് അജണ്ടകളുണ്ടെന്ന് കരുതേണ്ടി വരുമെന്നും കോടതി കൂട്ടിച്ചേർത്തു. ദുരിതബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിലുള്ള തീരുമാനവും കേന്ദ്രം തിങ്കളാഴ്ച അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പെരുമ്പാവൂരിലെ കുറുപ്പമ്പടിയിൽ വിദ്യാർത്ഥികളായ സഹോദരിമാർ പീഡനത്തിനിരയായ സംഭവത്തിൽ കുട്ടികളുടെ അമ്മയെയും പ്രതി ചേർത്തേക്കും. കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യം അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്ന് അറസ്റ്റിലായ പ്രതി അയ്യമ്പുഴ കട്ടിങ് മടത്തിപ്പറമ്പിൽ ധനേഷ് കുമാർ പോലീസിന് മൊഴി നൽകിയതായാണ് വിവരം. അമ്മയുടെ സുഹൃത്തായ പ്രതി അവരുടെ വീട്ടിലെത്തിയാണ് പ്രതി 10-12 വയസ്സ് വീതമുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത്. 2023 മുതൽ പീഡിപ്പിച്ചിരുന്നെന്നും മൂത്ത കുട്ടിയുടെ മുഖത്തടിക്കുക ഉൾപ്പെടെ ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നെന്നും പോലീസ് പറഞ്ഞു. ഭർത്താവ് മരിച്ച ശേഷമാണ് ധനേഷ് കുമാറും കുട്ടികളുടെ അമ്മ സൗഹൃദത്തിലായത്. ലോറിയും ടാക്സിയും ഓടിച്ചിരുന്ന പ്രതി ശനി ഞായർ ദിവസങ്ങളിൽ ഇവരുടെ വീട്ടിലെത്തി കുട്ടികളെ പീഡിപ്പിക്കുക പതിവായിരുന്നു. അമ്മയുടെ മൊബൈലിൽ മൂത്ത കുട്ടിയുടെ സഹപാഠിയുടെ ചിത്രം കണ്ട പ്രതി ഈ കുട്ടിയെ കൂടി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ മൂത്ത കുട്ടിയെ നിർബന്ധിച്ചിരുന്നു. കുട്ടി ഇക്കാര്യം അറിയിച്ച് സഹപാഠിക്ക് എഴുതിയ കുറിപ്പ് സ്കൂളിലെ അധ്യാപികയുടെ മകളായ പെൺകുട്ടി കണ്ടതാണ് കേസിൽ വഴിത്തിരിവായത്. വിവരം അറിഞ്ഞ അധ്യാപിക പോലീസിൽ അറിയിക്കുകയായിരുന്നു. വിവാഹത്തിനും 2 കുട്ടികളുടെ പിതാവുമാണ് പ്രതി. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ പെരിയാർ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ മുറികളിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ ഈ കെട്ടിടത്തിന് നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. പോളിടെക്നിക്കിലെ കഞ്ചാവ് വ്യാപാരം ഈ കെട്ടിടം കേന്ദ്രീകരിച്ചായിരുന്നു. 123 പേർക്ക് താമസിക്കാൻ ഇടമുള്ള ഈ ഹോസ്റ്റലിൽ ഇപ്പോൾ താമസിക്കുന്നത് 60 പേർ മാത്രം. ബാക്കി മുറികൾ ഉപയോഗിക്കാതെ അടച്ചിട്ടിരിക്കുകയാണ്. കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ്. ഇതിനായി ഉടൻ അപേക്ഷ സമർപ്പിക്കുമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് പറഞ്ഞു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത പെരിയാർ ഹോസ്റ്റൽ എടുത്ത അധ്യയന വർഷം വിദ്യാർത്ഥികൾക്ക് അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെട്ടിടത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകാൻ കോളേജിലെ സിവിൽ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജൂണിലാണ് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ പ്രവേശനം അനുവദിക്കുന്നത്. ആലുവ KSRTC ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളിൽ നിന്ന് രാസലഹരി എത്തിക്കുന്ന 20 കുപ്പികളും ഒഴിഞ്ഞ സിറിഞ്ചുകളും കണ്ടെത്തി. ഫ്ലഷ് ടാങ്കും മറ്റും തകരാറായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവ ലഭിച്ചത്. സ്റ്റാൻഡിലെ ശുചിമുറികൾ 24 മണിക്കൂറും തുറന്നു കിടക്കുന്നതിനാൽ ലഹരി മരുന്നിന്റെ ഉപഭോക്താക്കളും വിതരണക്കാരും ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് നിഗമനം. ഇവിടെ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ കഴിയാത്തതും ഇവർക്ക് സൗകര്യമാണ്. പുരുഷന്മാരുടെ ശുചിമുറികളുടെ ഫ്ലഷ് ടാങ്കുകൾ, വെന്റിലേറ്റർ, ഫാനുകൾ എന്നിവയ്ക്കിടയിലാണ് ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നത്. പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്.
കുഴൽക്കിണറ്റിൽ കുട്ടിയകപ്പെട്ടാൽ സുരക്ഷിതമായി പുറത്തെടുക്കുന്ന സാങ്കേതിക വിദ്യ അവതരിപ്പിച്ച് പാമ്പാക്കുട MGM കോളേജ് ഇലക്ട്രോണിക്സ് വിഭാഗം വിദ്യാർത്ഥികൾ. ഗൈഡ് TR ജിഷമോളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ ബേസിൽ ബിനു, ആഷിഖ്, സുരേഷ്, അജയ്, ഷാജി, PS ആദിത്യൻ, ആൽഫിൻ ആന്റണി എന്നിവരാണ് ഉപകരണം വികസിപ്പിച്ചെടുത്തത്. കിണറ്റിൽ വീണ കുട്ടിയുടെ സ്ഥാനം എവിടെയാണെന്ന് ക്യാമറകളുടെ സഹായത്തോടെ നിർണ്ണയിക്കും. തുടർന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ സഹായത്തോടെ മോട്ടോറുകൾ പ്രവർത്തിപ്പിച്ച് കുട്ടികളുടെ കൈകളിൽ കൊളുത്ത് ഉറപ്പിക്കും. വീണ്ടും മൊബൈൽ ആപ്ലിക്കേഷൻ സഹായത്തോടെ മോട്ടോറുകൾ പ്രവർത്തിപ്പിച്ച് കുട്ടിയെ പുറത്തെടുക്കാനാവും. കുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് മോട്ടറിന്റെ വേഗത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കിണറിനുള്ളിലെ താപനിലയും വായു സാന്നിധ്യവും മോണിറ്ററിലൂടെ നിരീക്ഷിക്കാനാവും. കോളേജിൽ നടന്ന പ്രൊജക്ട് പ്രദർശനത്തിൽ യന്ത്ര മാതൃക അവതരിപ്പിച്ചു. സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഇരുമ്പനം ഇന്ത്യൻ ഓയിൽ കമ്പനി ടെറിട്ടറി ഓഫീസിന് സമീപം ടൂറിസ്റ്റ് സ്ലീപ്പർ ബസ് ഓട്ടോറിക്ഷയിലേക്കും ടാങ്കർ ലോറിയിലേക്കും ഇടിച്ചു കയറിയ സംഭവത്തെ തുടർന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക്. ഇന്നലെ ഉച്ചയ്ക്ക് 12:15 ആരംഭിച്ച ഗതാഗതക്കുരുക്ക് 3 ശേഷമാണ് അല്പം കുറഞ്ഞത്. ഗതാഗതം പൂർണ്ണമായും നിലച്ചതോടെ പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികളടക്കം റോഡിൽ കുടുങ്ങി. ഇതോടെ പോലീസ് സംഘം ഓരോ ബസ്സിലുമുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ മറ്റു വാഹനങ്ങളുടെ സഹായത്തോടെ സ്കൂളുകളിൽ എത്തിച്ചു. ഇരുമ്പനം മുതൽ കരിങ്ങാച്ചിറ ജംഗ്ഷൻ വരെയും കാക്കനാട് വരെയും വാഹനങ്ങളുടെ വലിയ നിര റോഡിൽ ദൃശ്യമായിരുന്നു. LPG ബുള്ളറ്റ് ടാങ്കുകളും ഇന്ധനം നിറച്ച ടാങ്കുകളും അടക്കം ഒട്ടേറെ വാഹനങ്ങളാണ് റോഡിൽ കുടുങ്ങിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.